ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ചെയ്തത് ഏറ്റവും വലിയ ചറ്റത്തരമാണ് എന്ന് നാട്ടുകാരെല്ലാവരും പറയും, കമ്മികളും എല്ലാവരും പറയും. ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ചു കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണം. നടക്കില്ല. സുരേഷ് ഗോപി നിവേദനം തിരിച്ചു കൊടുത്തതും കൊണ്ട് അപ്പൊ തന്നെ കമ്മികളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളുടെ വീട്ടിൽ പോയിട്ട് വീട് ശരിയാക്കി കൊടുക്കാന്നും പറഞ്ഞു. വീട് ശരിയാവും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വീട് ശരിയാക്കണം പറഞ്ഞിട്ട് ഈ വ്യക്തി കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വില്ലേജിൽ എല്ലാവരുടെയും കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യവും നടന്നില്ല. പക്ഷെ സുരേഷ് ഗോപിയുടെ അടുത്ത് നിവേദനം കൊടുക്കണ ഒരു വീഡിയോ വൈറലായി, അയാൾക്ക് വീട് റെഡിയായി. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് അപമാനിച്ച ശ്രീ കൊച്ചുവേലായുധന്റെ വീട് നിർമ്മാണം CPIM ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കണ ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ കുട്ടി ഒന്നില്ലെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കണം. ക്ലാസ് ടീച്ചറെ മേടിച്ച HMന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അല്ലാണ്ട് 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി നേരെ പോയിട്ട് +2 പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേപോലെയാണ് ഇതിൽ കുറച്ച് അറിവില്ലായ്മ നല്ല പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം വാർഡ് മെമ്പറിന്റെ അടുത്താണ് പോകേണ്ടത്. വാർഡ് മെമ്പറെ ശരിയാക്കിയിട്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പോകും. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആക്ച്വലി പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടത്. അത് പറ്റിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പോവാം, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോകണം. ഇങ്ങനെയാണ് ഒരു പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾ ഡയറക്റ്റ് MP-ന്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ കാര്യമില്ല. കാരണം MP-യുടേതായ കുറച്ച് പരിമിതികളുണ്ട്. ഈ MP ഫണ്ട് പറഞ്ഞിട്ട് ഒരു വർഷത്തിന് 5 കോടി രൂപയാണ് MP-ക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ 5 കോടി രൂപ എങ്ങനെ വിനിയോഗിക്കാം എന്നത് തീരുമാനിക്കുന്നത് MP ആണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് MP-ക്ക് MP-യുടേതായ ഒരു പരിമിതികൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ സുരേഷ് ഗോപി എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു അഹങ്കാരത്തിന്റെ ചൊവ്വ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിപ്പോ അഹങ്കാരം ആയതും കൊണ്ട് സംസാരിക്കുകയാണോ അതോ അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ അത്യാവശ്യം ഇത് ഓപ്പോസിറ്റ് പാർട്ടിക്കാർ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കും ഉണ്ട്. ഇയാള് സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ ഇറങ്ങാൻ സൗകര്യമില്ല. അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമേ, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം. സുരേഷ് ഗോപി ഇങ്ങനെ ഒരു നിവേദനം വാങ്ങിയിട്ട് അത് വാങ്ങാണ്ട് തിരിച്ചു കൊടുക്കുകയുള്ളൂ. അല്ലാണ്ട് മറ്റുള്ള പാർട്ടിക്കാരെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിവേദനം വാങ്ങിയിട്ട് തോളത്ത് തട്ടിയിട്ട് ഇപ്പൊ ശരിയാക്കി തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റ്ബിനിൽ ഇടുകയല്ല ചെയ്തത്. അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തത്. ഇവിടെ കുറച്ചു കാലം മുമ്പ് ചാക്ക് കണക്കിനുള്ള നിവേദനം ഡസ്റ്റ്ബിനിൽ കിട്ടിയ കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയി എന്നാണ് തോന്നുന്നത്. ഇപ്പൊ സുരേഷ് ഗോപി വാങ്ങി തന്നെ ഇരിക്കട്ടെ. ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കേണ്ട കാര്യം എന്തായാലും പേഴ്സണലി ഒരു MP-ക്ക് MP-യുടേതായ ഒരു പരിമിതി ഉണ്ട്. അത് വെച്ചാൽ ജില്ലാ കളക്ടർക്ക് ഇങ്ങനെ നമുക്ക് വിനിയോഗിച്ചുകൂടാ എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. നടപ്പിലാക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സുരേഷ് ഗോപിയെ ന്യായീകരിക്കുകയല്ല. ഇവിടെ ജനങ്ങൾക്ക് അറിവില്ലായ്മ വളരെ പ്രശ്നമാണ്. ഭയങ്കരമായിട്ട് ഒരു വ്യക്തി നന്നായി ക്രൂശിക്കപ്പെടുന്നുമുണ്ട്, അയാളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രശ്നം കഴിഞ്ഞു, അയാളിപ്പോ നിയമസഭയിൽ കയറി, അത് താഴ്ന്നു. ഇനിയിപ്പോ സുരേഷ് ഗോപിയായി. അത് പിന്നെ പെണ്ണ് കേസിൽ എന്തായാലും ഉൾപ്പെടുത്താൻ കമ്മികൾക്ക് പരമാവധി പറ്റാറില്ല. ഇനിയിപ്പോ അത് പെടുത്തുമെന്നും അറിയില്ല കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ദേശാഭിമാനിയിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പീഡന കേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കലാണല്ലോ ഇപ്പൊ CPM കാരുടെ പണി.